വെൽക്കം ബാക്ക് ടു ലേണിനോ. ഇന്ന് നമ്മൾ PYQ സീരീസിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് പ്രീവിയസ് ഇയറിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷൻ ആണ്. അപ്പോൾ അതിൽ നിന്നുള്ള കുറച്ച് സെലക്ടഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ വേറെ പാർട്ടായിട്ട് നമ്മൾ ഓൾറെഡി വേറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സെറ്റിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണെന്ന് നോക്കാം. ഇനി വരാനിരിക്കുന്ന പല എക്സാംസിനും ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസിനൊക്കെ തന്നെ ഇത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ PYQ സീരീസിലുള്ള എല്ലാ വീഡിയോസും കറക്റ്റ് ആയിട്ട് വാച്ച് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് സീ. Question number 1. In semiconductor strain gauge, when a tensile strain is applied, ഒരു സെമികണ്ടക്ടർ സ്ട്രെയിൻ ഗേജിൽ ടെൻസൈൽ സ്ട്രെയിൻ അപ്ലൈ ചെയ്യുമ്പോൾ താഴെ പറഞ്ഞിട്ടുള്ള ഏത് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും കറക്റ്റ് എന്ന് നോക്കാം. റെസിസ്റ്റൻസ് ഇൻക്രീസ് ഇൻ എൻ ടൈപ്പ് മെറ്റീരിയൽ, റെസിസ്റ്റൻസ് ഇൻക്രീസ് ഇൻ പി ടൈപ്പ് മെറ്റീരിയൽ, റെസിസ്റ്റൻസ് ഇൻക്രീസ് ഇൻ ബോത്ത് പി ആൻഡ് എൻ ടൈപ്പ് മെറ്റീരിയൽ, റെസിസ്റ്റൻസ് ഡിക്രീസ് ഇൻ ബോത്ത് പി ആൻഡ് എൻ ടൈപ്പ് മെറ്റീരിയൽ. അപ്പൊ ഇതിൽ നമുക്ക് ആദ്യം അറിയേണ്ടത് ഈ സെമികണ്ടക്ടർ സ്ട്രെയിൻ ഗേജിൽ ടെൻസൈൽ സ്ട്രെയിൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് സംഭവിക്കുന്നു, ഏത് എഫക്ട് വെച്ച് സംഭവിക്കുന്നു എന്നൊക്കെ അറിയണം. അപ്പോൾ ഈ സെമികണ്ടക്ടർ സ്ട്രെയിൻ ഗേജിൽ നമ്മൾ സ്ട്രെയിൻ അപ്ലൈ ചെയ്യുമ്പോൾ റെസിസ്റ്റൻസിലാണ് ചേഞ്ച് വരുന്നത്. അത് സംഭവിക്കുന്നത് പീസോ റെസിസ്റ്റീവ് എഫക്ട് എന്ന് പറയുന്ന എഫക്ട് കൊണ്ടാണ്. അതായത് ഇപ്പോൾ നമ്മൾ സ്ട്രെയിൻ അപ്ലൈ ചെയ്യുമ്പോൾ റെസിസ്റ്റിവിറ്റിയിൽ ചേഞ്ച് വരുന്നത്. ഓക്കെ, സ്ട്രെയിൻ അപ്ലൈ ചെയ്യുമ്പോൾ ദ ചേഞ്ച് ഇൻ റെസിസ്റ്റിവിറ്റി ഡ്യൂ ടു സ്ട്രെയിൻ, അതിനെയാണ് നമ്മൾ പീസോ റെസിസ്റ്റീവ് എഫക്ട് എന്ന് പറയുന്നത്. അതാണ് ആക്ച്വലി ഈ സെമി കണ്ടക്ടർ സ്ട്രെയിൻ ഗേജിൽ സംഭവിക്കുന്നത്. ഓക്കെ, ഇനി ടെൻസൈൽ സ്ട്രെയിനിൽ ഈ സെമി കണ്ടക്ടർ ഗേജിന്റെ റെസിസ്റ്റൻസ് പി ടൈപ്പിലും എൻ ടൈപ്പിലും എന്ത് സംഭവിക്കുന്നു എന്നുള്ളതും കൂടെ, അതായത് ഡിക്രീസ് ചെയ്യാണോ ഇൻക്രീസ് ചെയ്യാണോ എന്ന് അറിയണം. ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലായി അല്ലെ, ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലായി. പക്ഷെ അത് ഇൻക്രീസ് ചെയ്യാണോ ഡിക്രീസ് ചെയ്യാണോ എന്നുള്ളത് അറിയണം. അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇൻക്രീസസ് ഫോർ പി ടൈപ്പ് മെറ്റീരിയൽ ആൻഡ് ഇറ്റ് ഡിക്രീസസ് ഫോർ എൻ ടൈപ്പ് മെറ്റീരിയൽ. ഓക്കെ, റെസിസ്റ്റൻസ് ഓഫ് ദ സെമി കണ്ടക്ടർ ഗേജ് ഇൻക്രീസസ് ഫോർ പി ടൈപ്പ്. പി ടൈപ്പിൽ അത് ഇൻക്രീസ് ചെയ്യുകയും ടെൻസൈൽ സ്ട്രെയിൻ അപ്ലൈ ചെയ്യുമ്പോൾ പി ടൈപ്പിൽ അത് ഇൻക്രീസ് ചെയ്യുകയും എൻ ടൈപ്പിൽ അത് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്തായിരിക്കും? when tensile strain is applied, resistance increases in p-type material. Option B is the correct answer. Okay, അപ്പോൾ നമ്മൾ കാര്യങ്ങൾ പഠിക്കുമ്പോൾ കൃത്യമായി അതിന് മനസ്സിലാക്കി പഠിച്ചാലേ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Next one, which metal will have a large range of detection by inductive proximity sensor? Which metal have large range of detection? ഏത് മെറ്റലിനാണ് ഈ പ്രോക്സിമിറ്റി ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസർ യൂസ് ചെയ്യുമ്പോൾ കൂടുതൽ റേഞ്ച് വരുന്നതെന്നുള്ള റേഞ്ച് ഓഫ് ഡിറ്റക്ഷൻ വരുന്നതെന്നുള്ളതാണ്. അപ്പോൾ മെയിൻ ആയിട്ട് ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസേഴ്സ് ഒക്കെ ഫെറസ് മെറ്റൽസ് ഡിറ്റക്ട് ചെയ്യാനാണ് കൂടുതൽ എഫക്റ്റീവ് ആവുന്നത്. ഇപ്പൊ ഫെറസ് മെറ്റൽ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് അയേൺ, സ്റ്റീൽ ഒക്കെ. ഓക്കെ, അപ്പൊ ഇവിടെ അലുമിനിയം, കോപ്പർ, അയേൺ, ലെഡ് ആണ് നമുക്ക് ഓപ്ഷൻ ഉള്ളത്. ഫെറസ് മെറ്റൽ, അയേൺ ആണ് ഇതിനകത്തുള്ളത്. സോ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആർ മെയിൻലി യൂസ്ഡ് ഫോർ ദ മെഷർമെന്റ് ഓഫ്. ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ്, ട്രാൻസ്ഡ്യൂസറിന്റെ ടൈപ്സ് നമ്മൾ പഠിക്കുമ്പോൾ കുറെ ടൈപ്സ്, കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസർ, ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ, റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ, അങ്ങനെ പറഞ്ഞ് നമ്മൾ ടൈപ്സ് പഠിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസറിന്റെ ആപ്ലിക്കേഷൻ മെയിൻ ആയിട്ട് എന്ത് മെഷർ ചെയ്യാൻ യൂസ് ചെയ്തു എന്നാണ്? ടെമ്പറേച്ചർ, വെലോസിറ്റി, ഫോഴ്സ്, ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഇതില് കൂടുതൽ അതിന്റെ ആപ്ലിക്കേഷൻ വരുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് മെഷർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസറിന്റെ ഒരു എന്താ പറയാ, ഏറ്റവും കൂടുതൽ വരുന്ന ഒരു എക്സാമ്പിൾ, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസിൽ വരുന്ന ഒരു എക്സാമ്പിൾ LVDT ആണ്, ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. Next one, the temperature of steam at around 550 degrees Celsius can be measured by. 550 degrees Celsius ലൊക്കെയുള്ള സ്റ്റീം അതിന്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ ഇതിൽ ഏത് യൂസ് ചെയ്യുന്നു? തെർമോമീറ്റർ, തെർമോപൈൽ, തെർമോകപ്പിൾ, റേഡിയേഷൻ പൈറോമീറ്റർ. ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. ഇത് കറക്റ്റ് ആയിട്ട് അതിന്റെ റേഞ്ച് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ. അപ്പൊ ഇതില് തെർമോ, കാരണം എല്ലാം ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നതാണ്, ടെമ്പറേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് ആണ്. അപ്പോൾ തെർമോ കപ്പിൾ ആണ് ആക്ച്വലി 550 ഡിഗ്രി സെൽഷ്യസ് റേഞ്ചിൽ നമുക്ക് മെഷർമെന്റിന് യൂസ് ചെയ്യുന്നത്. അത് ഏകദേശം ഒരു 2000 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ തെർമോ കപ്പിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് മെഷർ ചെയ്യാനും പറ്റും. എബവ് 2000 ഡിഗ്രി സെൽഷ്യസിന്റെ ഒക്കെ മുകളിലുള്ളത് മെഷർ ചെയ്യാനാണ് നമ്മൾ ഈ പൈറോമീറ്റർ, അതായത് റേഡിയേഷൻ പൈറോമീറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു റേഞ്ച് വെച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യാവുന്നത്. ഇപ്പൊ എബവ് 2000 ഡിഗ്രി സെൽഷ്യസിന്റെ ഒക്കെ മുകളിൽ വരുന്നതാണെങ്കിൽ
നമുക്ക് ഏത് ആൻസർ കൊടുക്കാം, റേഡിയേഷൻ പൈറോമീറ്റർ കൊടുക്കാം. പക്ഷെ 550 ഡിഗ്രി സെൽഷ്യസിൽ തെർമോകപ്പിൾ ആണ് വരുന്നത്. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. Next question, which device provides electrical isolation between input circuit and output circuit? Input circuit output circuit തമ്മിൽ electrical isolation provide ചെയ്യുന്ന device ഏതാണ്? Optical sensor, photodiode, phototransistor, optocoupler. അപ്പൊ ഈ നോക്കൂ, ഒപ്റ്റിക്കൽ സെൻസർ എന്ന് പറയുന്ന ഒരിക്കലും ഒരു ഐസൊലേഷൻ കൊടുക്കുന്ന ഒരു കാര്യമായിരിക്കില്ല. ഫോട്ടോഡയോഡും it's not used for isolation. Also phototransistor is also used for electrical isolation. And optocoupler ആ വാക്കിൽ തന്നെ ഉണ്ട് അല്ലെ, കപ്ലർ എന്ന് പറയുമ്പോൾ അവിടെ കപ്ലിംഗ് ഒരു കപ്ലിംഗ് എന്നുള്ള ആ ഒരു ടേമിൽ നമുക്കത് മനസ്സിലാക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇലക്ട്രിക്കൽ ഐസൊലേഷൻ. ഒപ്റ്റോകപ്ലറിന്റെ വേറെ പേര് ഒപ്റ്റോ ഐസൊലേറ്റർ, ഫോട്ടോ കപ്ലർ, ഒപ്റ്റോ ഐസൊലേറ്റർ എന്നൊക്കെ പേരുകൾ ഉണ്ട്. So it is used to provide electrical isolation between input and output circuit. So correct answer is option D, optocoupler. Next one, a dash shift register can convert serial to parallel data. Shift registers namukku ariyam CISO, SIPO, PISO and PIPO alle. appo adile oronum endana CISO nu parna serial in serial out aanu. സിപ്പോ എന്ന് പറഞ്ഞ സീരിയൽ ഇൻ പാരലൽ ഔട്ട് ആണ്, പിപ്പോ എന്ന് പറഞ്ഞ പാരലൽ ഇൻ പാരലൽ ഔട്ട് ആണ്, പിസോ എന്ന് പറഞ്ഞ പാരലൽ ഇൻ സീരിയൽ ഔട്ട് ആണ്. അപ്പൊ ഇവിടെ ഏതാണ് സീരിയൽ ടു പാരലൽ ഡാറ്റ കൺവേർട്ടർ എന്നാണ് ചോദിക്കുന്നത്. സീരിയൽ ടു പാരലൽ ഡാറ്റ കൺവേർട്ടർ എന്ന് പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് കൺഫ്യൂഷൻ ഇല്ല നോക്കി എഴുതുക. ദാറ്റ് ഈസ് സീരിയൽ ഇൻ പാരലൽ ഔട്ട് ആണ് ഉദ്ദേശിക്കുന്നത്, സിപ്പോ ആണ് ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. Next one, ripple counters are dash counters. Very easy question. Synchronous, asynchronous, random and Johnson. Either type are ripple counters or asynchronous counters. Option B is the correct answer. Next one, according to De Morgan's theorem, NAND gate is equivalent to dash gate. The important question ആണ്. ഇപ്പൊ De Morgan's theorem വെച്ചിട്ട് നമുക്ക് NAND gate എന്ന് പറയുന്ന ഏത് ഗേറ്റിന് equivalent ആണെന്നാണ് ചോദിക്കുന്നത്. or and bubbled or bubble and. അപ്പൊ നമുക്കറിയാം De Morgan's theorem യൂസ് ചെയ്തിട്ട് ഇപ്പൊ നമുക്ക് A dot B whole complement എന്ന് പറയുന്നത് A complement plus B complement അല്ലെ, അതാണ് De Morgan's theorem പറയുന്നത്. So A dot B whole complement is equal to A complement plus B complement എന്ന് പറയുമ്പോൾ see here this is NAND gate അല്ലെ. അപ്പൊ ഇത് A dot B whole complement എന്ന് പറയുന്നത് NAND ഗേറ്റിന്റെ എക്സ്പ്രഷൻ ആണ്. അതിൽ നമുക്ക് De Morgan's theorem യൂസ് ചെയ്തിട്ട് എന്താ കിട്ടുന്നത്? A complement plus B complement and it is bubbled or. Okay, bubbled or gate ആണ്. അപ്പൊ ഏതിന് equivalent ആണ്? Bubbled or gate ആണ് equivalent വരുന്ന. ഓപ്ഷൻ സി is the correct answer. Next one, a flip-flop can dash one bit of information, store, complement, add, subtract. Flip-flop എന്ന് പറയുന്നത് തന്നെ one bit storage element ആണ് നമുക്കറിയാം. So a flip-flop can store one bit of information. Option A is the correct answer. Next one, which one is not an analog to digital converter? ഇതിൽ ഏതാണ് analog to digital converter അല്ലാത്തതെന്നാണ്? counter type, flash type, R2R, ladder type and dual slope. And here R2R ladder type is a DAC. So it is not an analog to digital converter. Option C is the correct answer. Next one, 8086 microprocessor flag register has dash flags. Very important question. തെറ്റാൻ സാധ്യതയുള്ള ഒരു ചോദ്യം കൂടിയാണിത്. 8086 microprocessor flag register എന്ന് പറയുന്നത് 16-bit register ആണ്. Okay, ആ 16 bits നമുക്ക് ടോട്ടൽ ഉള്ള flags എന്ന് പറയുന്നത് 9 ആണ്. അപ്പൊ ഇതാണ് 16-bit register. അതില് 9 flags ആണ് നമുക്ക് ഉള്ളത്. 9 flags നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് നമുക്ക് സ്റ്റാറ്റസ് ഫ്ലാഗ്സും വരുന്നുണ്ട്, കൺട്രോൾ ഫ്ലാഗ്സും വരുന്നുണ്ട്. സ്റ്റാറ്റസ് ഫ്ലാഗ്സിന്റെ എണ്ണം 6ഉം കൺട്രോൾ ഫ്ലാഗ്സിന്റെ എണ്ണം 3ഉം ആണ്. സൈൻ ഫ്ലാഗ്, സീറോ ഫ്ലാഗ്, ഓക്സിലറി ക്യാരി ഫ്ലാഗ്, പാരിറ്റി ഫ്ലാഗ്, ക്യാരി ഫ്ലാഗ്, ഓവർഫ്ലോ ഫ്ലാഗ്. ഇതാണ് 6 സ്റ്റാറ്റസ് ഫ്ലാഗ്സ്. കൺട്രോൾ ഫ്ലാഗ്സ് വരുന്നത് ഡയറക്ഷണൽ ഫ്ലാഗ്, ഇന്ററപ്റ്റ് ഫ്ലാഗ് ആൻഡ് ട്രാപ്പ് ഫ്ലാഗ്. ഓക്കെ, അപ്പൊ ടോട്ടൽ എത്ര ഫ്ലാഗ്സ് ഉള്ളതാണ്? അപ്പൊ ഒബ്വിയസ്ലി ഓപ്ഷനിൽ 9ഉം 16ഉം കിടക്കുമ്പോൾ പെട്ടെന്ന് 16 എഴുതാൻ തോന്നും, കാരണം 16-bit രജിസ്റ്റർ ആണ് ഫ്ലാഗ് രജിസ്റ്റർ എന്ന് പറയുന്നത്. പക്ഷെ അതിലുള്ള ഫ്ലാഗ്സിന്റെ എണ്ണം 9 ആണ്. ഓക്കെ, അപ്പൊ തെറ്റിക്കരുത്. ഓപ്ഷൻ ബി is the correct answer. Next one, 8051 is a dash bit microcontroller. 8-bit, 16-bit, 24-bit, 32-bit. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് 8-bit microcontroller. 8051 is an 8-bit microcontroller. Next one, pin number 40 of the 8051 microcontroller. Another important question. പഠിച്ചിരിക്കണം. 8051ന്റെ എല്ലാ പിൻസും, അത് ഞാൻ പിൻ ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്, എല്ലാ പിൻസും എന്താണെന്നുള്ളത് അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കണം. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഗ്രൗണ്ട്, VCC, റീസെറ്റ്,
അതേപോലെ തന്നെ അഡ്രസ് സ്ലാഷ് ഇനേബിൾ അങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പിൻസിന്റെ നമ്പർ എങ്കിലും അറിഞ്ഞിരിക്കണം. അതിലിപ്പോ പിൻ 1 to 8 അത് ഓരോ പോർട്ട് ഉണ്ടാവും, റീസെറ്റിന്റെ ഉണ്ടാവും, അപ്പോൾ ക്ലോക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഉണ്ടാവും. അപ്പൊ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഓരോ പിൻസും അറിഞ്ഞിരിക്കുക. പിൻ 40 എപ്പോഴും ചോദിക്കാറുള്ളതാണ്, അത് പവർ സപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ പവർ സപ്ലൈ എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന VCC അല്ലെ, സപ്ലൈ കൊടുക്കുന്നത്, അത്രേ ഉള്ളൂ. പവർ സപ്ലൈ എന്ന് പറഞ്ഞിട്ട് കൺഫ്യൂഷൻ വരണ്ട. സോ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. Next one, the serial data communication in 8051 is controlled by dash register. Serial data communication ഏത് രജിസ്റ്റർ ആണ്? അപ്പൊ നമുക്ക് അതിൽ എസ്കോൺ, ടികോൺ, എസ്മോഡ്, ടിമോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതില് എസ്കോൺ എന്ന് പറയുന്നത് കൺട്രോൾ സെന്റർ ഫോർ സീരിയൽ കമ്മ്യൂണിക്കേഷന് മെയിൻ ആയിട്ടുള്ളത് എസ്കോൺ ആണ്. ടിമോഡ് എന്ന് പറയുന്നത് ദാറ്റ് കൺട്രോൾസ് സ്പീഡ് ഓഫ് ട്രാൻസ്മിഷൻ ആണ്. പികോൺ എന്ന് പറയുന്നത് യൂസ് ടു സ്പീഡ് ഓഫ് ട്രാൻസ്മിഷൻ ഡബിൾ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതെല്ലാം കമ്മ്യൂണിക്കേഷനായിട്ട് റിലേറ്റ് ചെയ്തില്ല. അപ്പൊ അതില് നമുക്ക് സീരിയൽ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ കൺട്രോൾ സെന്റർ ഓഫ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എസ്കോൺ ആണ്. ഓപ്ഷൻ എ ഇസ് കറക്റ്റ് ആൻസർ. And the last question for the session, an OR gate is equivalent to two switches connected in. അതായത് സ്വിച്ച് അനലോഗി അറിഞ്ഞിരിക്കണം. ഗേറ്റ് സ്വിച്ച് അനലോഗി നമുക്ക് അറിഞ്ഞിരിക്കണം. അതായത് നമ്മളിപ്പം ആൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്ക് ഓർ ഗേറ്റിന്റെയും ആൻഡ് ഗേറ്റും സ്വിച്ച് വെച്ചിട്ട് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യണം അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ ആൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ്, രണ്ട് ബിറ്റും നമുക്ക് 1 ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് 1 കിട്ടുള്ളൂ അല്ലെ. അതേപോലെ അല്ലേ സ്വിച്ച്, ഇപ്പൊ സ്വിച്ച് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇപ്പൊ ഇങ്ങനെ നമ്മൾ രണ്ട് സ്വിച്ചസ് സീരീസ് ആയിട്ട് ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്താൽ രണ്ട് സ്വിച്ചും ക്ലോസ് ആയെങ്കിൽ മാത്രമല്ലേ സർക്യൂട്ടിൽ കൂടെ കറന്റ് ഫ്ലോ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് ഏതിന് ഇക്വലന്റ് ആണ്? ആൻഡ് ഗേറ്റിന് ഇക്വലന്റ് ആണ്. ഇനി നോക്കൂ, ഓർ ഗേറ്റിന്റെ കേസ് എന്താണ്? ഏതെങ്കിലും ഒരു ബിറ്റ്, ഇപ്പൊ 2 ബിറ്റ് ഓർ ഗേറ്റ്, ഏതെങ്കിലും ഒരു ബിറ്റ് 1 ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് 1 കിട്ടും. അതേ കേസ് അല്ലേ പാരലൽ ആയിട്ട് സ്വിച്ചസ് കണക്ട് ചെയ്താ വരുന്നത് അല്ലെ. അപ്പൊ രണ്ട് സ്വിച്ചുകൾ പാരലൽ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു സ്വിച്ച് ക്ലോസ് ആയാലും ആ സർക്യൂട്ടിലൂടെ എന്തുണ്ടാവും? കറന്റ് ഫ്ലോ ഉണ്ടാവും. അപ്പോ ഈ ഗേറ്റ് ആൻഡ് സ്വിച്ച് അനലോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗേറ്റിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന അതേപോലെ സ്വിച്ചസ് കണക്ട് ചെയ്താൽ എങ്ങനെ വരും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ മനസ്സിലാക്കുക. ആൻഡ് ഗേറ്റ് എന്ന് പറയുന്നത് സീരീസ് ആയിട്ട് സ്വിച്ച് കണക്ട് ചെയ്യുന്നതും ഓർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ പാരലൽ ആയിട്ട് സ്വിച്ച് കണക്ട് ചെയ്യുന്നതുമാണ്. So here OR gate ഏതാണെന്നാണ് ചോദിക്കുന്നത്. So it is parallel. Option B is the correct answer. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മളെ കോൺസെപ്റ്റ്സ് മാത്രം പഠിച്ചാൽ നമുക്ക് ഇതുപോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് നല്ല രീതിയിൽ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരുപാട് മുൻവർഷ ചോദ്യങ്ങളിലൂടെ തന്നെ പഠിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു PYQ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എല്ലാ വീഡിയോസും കാണുക. താങ്ക് യു.